we must remember that we only have one life in which we can show our love for Christ on this earth. നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഭൂമിയിൽ നമുക്ക് ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. ആ ജീവിതം കൊണ്ട് കർത്താവിനോടുള്ള സ്നേഹം നാം വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. And we are living in a world where Jesus Christ is not very popular. നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ യേശുക്രിസ്തു അത്ര വലിയ പ്രസക്തിയുള്ള ഒരു വിഷയമല്ല. And even those who claim to love him, there's so much of compromise in their lives. കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ ജനസമൂഹത്തിന്റെ മധ്യത്തിൽ പോലും അനേക ഒത്തുതീർപ്പ് മനോഭാവത്തോടെയാണ് ജീവിക്കുന്നത്. Everywhere I go, I find Christians in a backslidden state. ഞാൻ കടന്നു പോകുന്ന ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ക്രിസ്ത്യാനികൾ പലരും പിന്മാറ്റക്കാരായിരിക്കുന്നത് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. And even many who started out well have fallen by the wayside. വളരെ നന്നായി ക്രിസ്തീയ ജീവിതം ആരംഭിച്ച പലരും വഴിത്തലയ്ക്കൽ വീണ് പട്ടുപോയതായിട്ടും കാണുന്നുണ്ട്. So if we are not wholehearted and zealous, we will also go that way. കർത്താവിനെ പിന്തുടരുന്നതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരു പൂർണ്ണ ഹൃദയത്തിലുള്ള പൂർണ്ണ ഉറപ്പും സത്യസന്ധരും നാം അല്ല എങ്കിൽ നാമും വീണുപോകാനുള്ള സാധ്യതയുണ്ട്. And very often the reason is because we take certain passages of scripture which we like and leave out other passages which we don't like. പലപ്പോഴും ഇതിന് കാരണമായി തീരുന്നത്, നാം വേദപുസ്തകം വായിക്കുമ്പോൾ വേദപുസ്തകത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ചില ഭാഗങ്ങൾ മാത്രം നാം വായിക്കുകയും നമുക്ക് ഇഷ്ടമില്ലാത്ത ഭാഗങ്ങൾ നാം അങ്ങനെ വിട്ടുകളയുകയും ചെയ്യുന്നു. You know, we like promises like I will never leave you nor forsake you. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളൊക്കെ നമുക്ക് വളരെ ഇഷ്ടമാണ്. The Lord will supply all your need. ദൈവം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പൂർണ്ണമായും ചെയ്തു തരും എന്നുള്ള വാക്യം നമുക്ക് ഇഷ്ടമാണ്. That's all true. അതൊക്കെ സത്യം തന്നെയാണ്. But we'll have a one-sided life. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു ഭാഗം മാത്രമുള്ള ഒരു വശം മാത്രമുള്ള ജീവിതമേ ആകുന്നുള്ളൂ. In scripture there is a balance. ദൈവവചനത്തിന് ഒരു ബാലൻസ്, ഒരു സമതുലിതാവസ്ഥയുണ്ട്. Let me show you just one verse. Romans chapter 11. റോമാലേഖനം 11-ാം അധ്യായത്തിലെ ഒരു വാക്യം ഞാൻ നിങ്ങളെ കാണിക്കട്ടെ. Romans 11 verse 22. അതിന്റെ 22-ാമത്തെ വാക്യം. It says, behold the kindness and the severity of God. ദൈവത്തിന്റെ ദയയും കണ്ഠിതവും കാണുക. Behold means look carefully at the kindness and the severity of God. ദൈവത്തിന്റെ ദയയും കണ്ഠിതവും നാം കാണേണ്ടതായിട്ടുണ്ട്. Romans 11:22. റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. Two sides to God. ദൈവത്തിന് രണ്ട് വശങ്ങളുണ്ട്. Kindness and severity. ദയയുണ്ട്, അതുപോലെ തന്നെ തീവ്രതയുണ്ട്. So if you look only at kindness, you're going to have a one-sided view of God. ദൈവത്തിന്റെ ദയ മാത്രം നാം കാണുന്നുവെങ്കിൽ ദൈവത്തിന്റെ ഒരു വശം മാത്രമേ നാം കാണുന്നുള്ളൂ. That will be a false God. അങ്ങനെയെങ്കിൽ അതൊരു തെറ്റായ ദൈവം ചിത്രമാണ് നമുക്ക് കാണാം. Not the God of the Bible. അത് വേദപുസ്തകത്തിലെ ദൈവമല്ല. If you look only at the severity of God, again you got a false God. എന്നാൽ നാം ദൈവത്തിന്റെ തീഷ്ണത മാത്രമാണ് കാണുന്നതെങ്കിൽ അവിടെയും നമ്മൾ ഒരു തെറ്റായ ദൈവത്തെയാണ് കാണുന്നത്. It's important to see both. നാം ഈ ദൈവത്തിന്റെ രണ്ട് ഭാഗവും കാണേണ്ടിയിരിക്കുന്നു. John chapter 1 യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം and verse 14. അതിന്റെ 14-ാമത്തെ വാക്യം. In the last part it says that in Jesus we could see the glory of the Father full of grace and truth. ഇവിടെ ദൈവത്തിന്റെ മഹത്വം യേശുക്രിസ്തുവിലൂടെ അവന്റെ ഏകജാതന്റെ തേജസ്സായി കാണുന്നു എന്ന് നാം അവിടെ വായിക്കുന്നു. Full of grace and truth. അത് കൃപയും സത്യവും നിറഞ്ഞവനായി. See, there's a balance there. അതെ, അവിടെ ഒരു സമതുലിതാവസ്ഥയുണ്ട്. If you see only grace, that's a false Jesus. നാം അവിടെ കൃപ മാത്രമാണ് കാണുന്നതെങ്കിൽ നാം ഒരു തെറ്റായ യേശുവിനെയാണ് കാണുന്നത്. If you see only truth, it's a false Jesus. നാം ഒരു സത്യം മാത്രമാണ് കാണുന്നതെങ്കിൽ അവിടെയും നാം ഒരു തെറ്റായ യേശുവിനെയാണ് കാണുന്നത്. I told you that God has raised up our CFC churches to proclaim things that other people are not proclaiming. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ചിനെ ദൈവം ഉയർത്തിയത് തന്നെ ഈ സമതുലിതാവസ്ഥയിൽ ഈ ദൈവത്തിന്റെ ആലോചന പൂർണ്ണമായി പ്രസ്താവിക്കുവാൻ വേണ്ടിയാണ്. We're not claiming to be better than anybody else. മറ്റുള്ളവരെ ആരെക്കാളും ഞങ്ങൾ മെച്ചപ്പെട്ടവരാണെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. We're not claiming that other ministries are unimportant. മറ്റുള്ളവരുടെ ശുശ്രൂഷകൾ അപ്രധാനമുള്ളവയാണെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല.
But think of a hospital ഒരു ആശുപത്രിയെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക. which has got medicine department, അവിടെ അവർക്ക് മെഡിസിന്റെ വിഭാഗമുണ്ട്, eye department, ear കണ്ണിന്റെ department, വിഭാഗമുണ്ട്, ചെവിയുടെ വിഭാഗമുണ്ട്. but maybe heart surgery is missing. എന്നാൽ അവിടെ ഹൃദയ ശസ്ത്രക്രിയയ്ക്കുള്ള വിഭാഗമില്ല. That's important. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. There are so many people who have heart problems. ഹൃദയ രോഗികളായ അനേക ആൾക്കാരുണ്ട്. So if we go there and start a heart surgery department, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോയി ഒരു ഹൃദയ ശസ്ത്രക്രിയയ്ക്കുള്ള ഒരു ആശുപത്രി നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ, we're not saying no department in the same hospital. അങ്ങനെയുള്ള ആശുപത്രിയിൽ പോയി ഒരു ഹൃദയ ശസ്ത്രക്രിയയ്ക്കുള്ള ഒരു വിഭാഗം നാം തുടങ്ങുകയാണെങ്കിൽ, That doesn't mean we are against the eye department and the ear department and the medicine department. അങ്ങനെയെങ്കിൽ കണ്ണിന്റെ വിഭാഗവും ചെവിയുടെ വിഭാഗവും ഒക്കെ അവരുമായിട്ട് നാം മത്സരത്തിലാണ് എന്ന് വരുന്നില്ല. No, we are only saying one important department is missing here. എന്നാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം ഈ ആശുപത്രിയിൽ ഇല്ലായിരുന്നു. That's exactly our ministry. അതാണ് നമ്മുടെ ശുശ്രൂഷ. There are certain things which are written in the New Testament which nobody is proclaiming. പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന ചില വളരെ പ്രധാനമുള്ള കാര്യം പലയിടങ്ങളിലും അത് ഇല്ലാതെ ഇരിക്കുകയാണ്. So we want to proclaim it. അത് പ്രസ്താവിക്കുവാനാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. Why don't people proclaim those verses? എന്തുകൊണ്ടാണ് ആ വചനങ്ങൾ മറ്റുള്ളവർ പ്രസംഗിക്കാത്തത്? Because the devil has convinced them that is impossible. കാരണം പിശാച് അവർക്കൊരു ബോധ്യം കൊടുത്തിരിക്കുകയാണ് ഇത് അസാധ്യമായ കാര്യമാണ്. Some of the verses I read yesterday. ഇന്നലെ നമ്മൾ വായിച്ച ചില വാക്യങ്ങൾ. So we are proclaiming, if God has written it in His Word, it is possible. എന്നാൽ നാം പറയുന്നത് ദൈവം തന്റെ വചനത്തിൽ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് സാധ്യവുമാണ്. Maybe you have not experienced it. ഒരുപക്ഷെ നിങ്ങളത് അനുഭവിച്ചിട്ടില്ലായിരിക്കാം. That's because your lack of faith. ഒരുപക്ഷെ നിങ്ങളുടെ വിശ്വാസക്കുറവ് കൊണ്ടായിരിക്കാം. See, there's a fundamental principle in God's dealings with us. ദൈവത്തിന്റെ നമ്മളോടുള്ള ഇടപെടലുകളിൽ അടിസ്ഥാനപരമായ ഒരു ആശയമുണ്ട്. And that principle is described in Matthew 9 verse 29. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. It's a very, very important principle. വളരെ പ്രധാനമുള്ള ദൈവത്തിന്റെ ഒരു ഉപദേശമാണ്. Matthew 9:29. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം. Never forget this. അത് നാം ഒരിക്കലും മറന്നു പോകരുത്. Be it done to you according to your faith. നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. Not according to your desire or longing. നിങ്ങളുടെ ആഗ്രഹം പോലെയോ പ്രതീക്ഷ പോലെയോ അല്ല. You can have a desire and longing for 101 things. 101 കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും താല്പര്യവും ഒക്കെ നിങ്ങൾക്ക് But ഉണ്ടായിരിക്കാം. only one of those things will take place in your life because you have faith only for one of those things. എന്നാൽ അതിൽ ഒരു കാര്യം മാത്രമേ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകുകയുള്ളൂ. കാരണം ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമേ നിങ്ങൾക്ക് വിശ്വാസമുള്ളൂ. If God promises you 100 things, you get only what you have faith for. ദൈവം നിങ്ങൾക്ക് 100 കാര്യം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണ് വിശ്വാസമുള്ളത് അത് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. The other things you may want. മറ്റു കാര്യങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ ആഗ്രഹിക്കുമായിരിക്കും. God may want to give it to you. ഒരുപക്ഷെ ദൈവത്തിന് നിങ്ങൾക്ക് തരുവാനും But you താല്പര്യമുണ്ടായിരിക്കും. still don't get it. എന്നാൽ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. Some people think if God wants to give it to me and I want it, I'll definitely get it. ചിലർ വിചാരിക്കും ദൈവം എനിക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു, എനിക്കും അത് ലഭിക്കുവാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് എനിക്കത് ലഭിക്കുമെന്ന്. No. ഒരിക്കലുമില്ല. It also requires faith. അതിന് നിങ്ങളുടെ വിശ്വാസം കൂടി ആവശ്യമാണ്. Why is faith important? എന്തുകൊണ്ടാണ് വിശ്വാസം ഇത്ര Because പ്രാധാന്യമർഹിക്കുന്നത്? faith is the trumpet sound that says to the devil, you're a liar. കാരണം വിശ്വാസമാണ് ഒരു കാഹളനാദം പോലെ പിശാചിനോട് പറയുന്നത്, പിശാചെ നീ ഭോഷ്ക് പറയുന്നവനാണ് എന്ന്. Take the promise, sin will not rule over you. ഈ വാക്തത്വം നമുക്ക് എടുക്കാം, പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. When I say I believe that, it's going to be true in my life. ഞാൻ പറയുകയാണ്, ഞാനത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു, എന്റെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാകുവാൻ If it പോകുന്നു. takes 10 years, I'm going to wait 10 years, but I will show in my life one day that it is true. ഒരു പക്ഷേ 10 വർഷം എടുത്താലും എനിക്കത് ലഭിക്കും, ഒരു ദിവസം ഞാനത് പൂർണ്ണമായും പ്രാപിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. That is faith. അതാണ് വിശ്വാസം. The devil doesn't like it because it's pointing him out as a liar. പിശാചിന് അത് ഇഷ്ടമല്ല, കാരണം നമ്മൾ ഇങ്ങനെ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ പിശാച് ഭോഷ്ക് പറയുന്നവനാണ് എന്ന് നമ്മൾ Because തെളിയിക്കുകയാണ്. he's told all the other Christians it's impossible. കാര്യം പിശാച് മറ്റുള്ള ക്രിസ്ത്യാനികളോടെല്ലാം പറഞ്ഞിരിക്കുന്നത് ഇത് അസാധ്യമായ കാര്യമാണെന്നാണ്. I often say this. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, Is God a better father than you are? നിങ്ങളെക്കാൾ നല്ല ഒരു പിതാവാണോ ദൈവം? I'm not the one who said that first. Jesus said it first. ഞാനല്ല ഇത് ആദ്യമായിട്ട് പറഞ്ഞത്, യേശുവാണ് പറഞ്ഞത്. If you being evil know how to give good gifts to your children, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ how കൊടുക്കുവാൻ much അറിയുന്നുവെങ്കിൽ more will your heavenly Father give good things to those who ask him? സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികമായി നൽകും. And I can add another thing to that.
അതിനോട് ഒരു കാര്യം കൂടെ കൂട്ടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. You being evil will never ask your children to do something which you know is impossible. നിങ്ങൾ ദോഷികളായ പിതാക്കന്മാരായിരിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യുവാൻ പ്രയാസമുള്ള കാര്യം ചെയ്യുവാൻ അവരോട് നിങ്ങൾ പറയാതിരിക്കുന്നത് പോലെ How will your heavenly Father ever ask you to do something impossible? അത് നിങ്ങളെ കൊണ്ട് ചെയ്യുവാൻ അസാധ്യമായ ഒരു കാര്യം ചെയ്യുവാൻ എങ്ങനെയാണ് നിങ്ങളുടെ നല്ലവനായ സ്വർഗ്ഗസ്ഥ പിതാവ് നിങ്ങളോട് പറയുവാൻ കഴിയുന്നത്? Will you ask your son to carry 1 ton weight on his head and then punish him if he doesn't do it? ഒരു ടൺ ഭാരമുള്ള ഒരു ഭാരം തലയിൽ വെക്കുവാൻ നിങ്ങളുടെ മകനോട് നിങ്ങൾ പറയുമോ? No. നിങ്ങൾ ഒരിക്കലും പറയുകയില്ല. But sometimes a child, for example, doing an arithmetic problem, say, "No, Dad, I can't do this." ഒരുപക്ഷേ സ്കൂളിലെ കണക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുഞ്ഞിന് എനിക്കിത് മനസ്സിലാകുന്നില്ല, എനിക്കിത് ചെയ്യുവാൻ കഴിയില്ല എന്ന് പറഞ്ഞേക്കാം. I say in a lower class, I'll never understand this division. I cannot understand how to divide. ഒരുപക്ഷേ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കും ഈ ഹരണം എങ്ങനെയാ ഹരിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. And the father says, "No, you can learn it." അപ്പോൾ പിതാവ് പറയാണ്, ഇല്ല അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, നിനക്ക് പഠിച്ചെടുക്കുവാൻ There are പറ്റും. other children your age who have learned it. നിന്റെ പ്രായത്തിലുള്ള മറ്റു കുഞ്ഞുങ്ങൾ അത് പഠിച്ചല്ലോ, നിനക്കും അതുകൊണ്ട് അത് സാധ്യമാണ്. And you say, "No, Daddy, only when I get to some 50 years or something, I'll understand division." അപ്പോൾ ഈ കുഞ്ഞു പറയാണ്, ഇല്ല ഡാഡി, ഒരു 19 വയസ്സൊക്കെ പ്രായമായെങ്കിലേ ഒരു പക്ഷേ എനിക്കത് മനസ്സിലാകുകയുള്ളൂ എന്ന്. What will you say to your child if he says that? ഇങ്ങനെയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? Say, "Okay, son, forget it. Division is not important." നിങ്ങൾ പറയുമോ, ഇന്ന് മറന്നു കളഞ്ഞൊരു മോനെ, സാരമില്ല, ഇതത്ര വലിയ പ്രധാനമുള്ള Your വിഷയമൊന്നുമല്ല. son will drop out of school in 2nd standard only. അങ്ങനെയെങ്കിൽ 2ാം ക്ലാസ്സിൽ തന്നെ നിങ്ങളുടെ കുഞ്ഞ് പഠിത്തം നിർത്തേണ്ടി വരും. But will you stop your child because he says, no, this is difficult, it's difficult to understand? ഇത് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ അവിടെ വെച്ച് അത് നിർത്തുമോ? No, you say it can be done. അല്ല, നിങ്ങൾ പറയും, ഇല്ല അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. What are you doing? You're trying to put faith into that little boy's heart. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ആ പിഞ്ച് കുഞ്ഞിന്റെ ഹൃദയത്തിൽ നിങ്ങൾ വിശ്വാസം കൊടുക്കുകയാണ്. That's what God is trying to do through the Holy Spirit. പരിശുദ്ധാത്മാവിലൂടെ ദൈവവും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. You see some promises and say, no, it won't work in my life. ചില വാഗ്ദത്തങ്ങൾ കാണുമ്പോൾ ഇതൊന്നും എന്റെ ജീവിതത്തിൽ സാധ്യമാകുകയില്ല എന്ന്. May work in 1 or 2 servants of God, but ഒന്നോ രണ്ടോ ദൈവദാസന്മാരുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഇത് പ്രവൃത്തി നടന്നിരിക്കും. That is exactly what the devil wants you to confess. ഇത് ഇങ്ങനെയുള്ള ഒരു ഏറ്റുപറച്ചിലാണ് നിങ്ങളിൽ നിന്ന് പിശാച് ആഗ്രഹിക്കുന്നത്. I have come to see the more we keep on confessing something, we become like that. നാം എന്തൊക്കെ ഈ ചില കാര്യങ്ങൾ തുടർമാനമായിട്ട് ഏറ്റുപറയുന്നു, നാം അങ്ങനെ ആയി തീരുവാനുള്ള സാധ്യത. No, that can't happen with me. അത് എനിക്ക് ഇത് ലഭിക്കുകയില്ല. You keep on confessing, for example, that you will never overcome your anger. നിങ്ങൾ കോപത്തെ ജയിക്കുവാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ തുടർമാനമായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് കോപത്തെ ജയിക്കുവാൻ കഴിയില്ല. Definitely you won't overcome it. നിങ്ങൾക്ക് ഒരിക്കലും അതിനെ ജയിക്കുവാൻ കഴിയില്ല. And the devil will tell you. പിശാചും അത് തന്നെ നിങ്ങളോട് പറയും. Your father was such an angry person. നിന്റെ അപ്പൻ വലിയ കോപിഷ്ഠനായിരുന്നു. Your mother was even more than that. നിന്റെ അമ്മയും വളരെ കോപക്കാരിയായിരുന്നു. And they used to tell us about their grandfather, and grandmother also was like that. അവരുടെ വല്യപ്പനും വല്യമ്മയും ഒക്കെ ഈ വിധത്തിൽ കോപ സ്വഭാവമുള്ളവരായിരുന്നു. You came from that seed. Where are you going to overcome? ആ പരമ്പരയിലാണ് നിങ്ങളും വന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ജയിക്കുവാൻ കഴിയുന്നത്? Who is telling you that? Is that the Holy Spirit or the devil? ഈ പരിശുദ്ധാത്മാവാണോ ഇത് പറയുന്നത്, അതോ പിശാചാണോ? You have to speak to the devil. നിങ്ങൾ ഈ പിശാചിനോട് നിങ്ങൾ സംസാരിക്കുക. Say you're a liar. പിശാചേ, നീ ഭോഷ്ക് പറയുന്നവനാണ്. According to my faith, it will be unto me. എന്റെ വിശ്വാസം പോലെ എനിക്ക് ഭവിക്കും. For many years, I thought I would never experience the baptism in the Holy Spirit. അനേക വർഷങ്ങള് ഞാനും ഇങ്ങനെ ചിന്തിച്ചിരുന്നു, എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കുമോ എന്ന് സംശയിച്ചു. I prayed, I believed, I thought I believed, I did everything. ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വസിച്ചു, കരഞ്ഞു. I used to get discouraged when somebody else told me, 40 years I've been seeking, brother, I never got it. ഞാൻ പലപ്പോഴും നിരാശനായി പോയിട്ട് 40 വർഷമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് കിട്ടിയില്ല എന്ന് ചിലർ പറയുന്നത് കേട്ടപ്പോൾ I said, where's the hope for me? അങ്ങനെയെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് ഞാൻ സംശയിച്ചു. But I said, Lord, it's in your word. എന്നാൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇത് നിന്റെ വചനത്തിൽ തന്നിരിക്കുന്ന വാഗ്ദത്തമാണ്. Then it must be true. അങ്ങനെയെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇത് യാഥാർത്ഥ്യമായി തീരണം. It's like, some people use a computer program. ചില ആൾക്കാരെ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉപയോഗിക്കുന്നത് പോലെ it doesn't seem to work. ചിലപ്പോൾ അത് വർക്ക് ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല. They don't seem to be able to use it. എന്നാൽ അത് ഉപയോഗിക്കുവാൻ തക്കവണ്ണം അവർക്ക് ബുദ്ധിമുട്ടായി തോന്നും. The easy thing to say is, there's something wrong with this program. അപ്പം പറയുവാൻ ഏറ്റവും എളുപ്പമുള്ള കാര്യം, ഈ പ്രോഗ്രാമിന് എന്തോ കുഴപ്പമുണ്ട് എന്നാണ്. But there are 100 other people using it and making a lot of things out of it. എന്നാൽ മറ്റ് 100 കണക്കിന് ആൾക്കാർ ഇങ്ങനെയുള്ള പ്രോഗ്രാം ഉപയോഗിച്ച് വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. Amazing things they can do with computer വളരെ വളരെ നല്ല കാര്യങ്ങൾ പലർക്കും ചെയ്യുവാൻ കഴിയും.
There are many computer programs with which you can do wonderful things. ചില കമ്പ്യൂട്ടർ പ്രോഗ്രാം കൊണ്ട് വളരെ മനോഹരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ But കഴിയും. someone who doesn't make the effort to study it എന്നാൽ അത് പഠിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കാത്തവർക്ക് will use only 1% of the capacity and power of that program. അത് വിഭാവനം ചെയ്തിരിക്കുന്ന അതിന്റെ പൂർണ്ണ ശക്തിയും അതിന്റെയൊക്കെ 1% മാത്രമേ പരിശ്രമിക്കാത്തവർക്ക് ഉപയോഗിക്കാൻ കഴിയൂ. Many of the ordinary programs that you may be using also, നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്നുള്ള പ്രോഗ്രാമുകളൊക്കെ തന്നെ people who have studied it in depth are accomplishing 100 times more than you with the same program which is on your computer. നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള അതേ പ്രോഗ്രാം തന്നെ അത് ആഴത്തിൽ പഠിച്ചവർക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കാട്ടിൽ 100 മടങ്ങ് നന്നായിട്ട് പല കാര്യങ്ങൾക്കായിട്ട് അത് ഉപയോഗിക്കാൻ Whether it is Word or Excel or Photoshop or anything. അത് വേർഡ് ഫയൽ ആയാലും എക്സൽ ആയാലും ഫോട്ടോഷോപ്പ് ആയാലും There are people who can accomplish 100 times more than you because they put in a little effort to study how can I get the maximum out of this program for myself. ഈ പ്രോഗ്രാമിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം എങ്ങനെ അതിനെ പ്രയോജനപ്പെടുത്തി എടുക്കാമെന്ന് ആഴമായിട്ട് അത് പഠിക്കുന്നവർക്ക് തീർച്ചയായും അതിന്റെ ഉപയോഗം ലഭിക്കുവാനിടയായി. I discovered a little bit of some of these programs because I was determined to get something out of it so that I make my life easier. എൻ്റെ ജോലിക്ക് വളരെ എളുപ്പമുണ്ടാകത്തക്ക വിധത്തിൽ ഇങ്ങനെയുള്ള ചില പ്രോഗ്രാമുകളൊക്കെ എത്രത്തോളം ഇതിൽ നിന്ന് പ്രയോജനം ഉൾക്കൊള്ളാമെന്ന് വിചാരിച്ച് ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചു. എനിക്കത് വളരെ പ്രയോജനമായി തീർന്നു. And I found I could do something. അതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളും ചെയ്യുവാൻ കഴിയും. It's exactly like that in the promises of God. ദൈവത്തിന്റെ വചനത്തിലും അങ്ങനെ തന്നെയാണ്. There are people who get 100 times more than you from not the programs or the promises in Scripture. അതെ, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നിങ്ങളെക്കാട്ടിൽ കൂടുതൽ 100 മടങ്ങ് പ്രയോജനം ലഭിക്കുന്ന മറ്റാൾക്കാരുണ്ട്. Why is that? എന്തുകൊണ്ടാണ്? They have gone into it and said, Lord, you have said this, then it must be possible. അതെ, അവര് ദൈവസന്നിധിയിൽ ചെന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ നിന്റെ വചനത്തിൽ ഇങ്ങനെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലും ഇത് സാധ്യമാകും. There are other people who are experiencing it. അനേകർ ഇത് അനുഭവിക്കുന്നുണ്ട്. Why can't I experience it? അതുകൊണ്ട് എനിക്ക് എന്തുകൊണ്ട് ഇത് അനുഭവിക്കുവാൻ കഴിയുകയില്ല? I'll tell you, in my life, ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയട്ടെ. discouragement, നിരാശ, anger, കോപം, these were serious problems with me when I was born again. വളരെ ഗൗരവമുള്ള 2 വിഷയമായിരുന്നു ഞാൻ വീണ്ടും ജനിച്ചതിന് ശേഷവും. And like all young men when they are 20 years old, all types of filthy thoughts. അതെ, ഏത് 20 വയസ്സ് പ്രായമുള്ള യൗവനക്കാരെയും പോലെ എൻ്റെ ചിന്താമണ്ഡലത്തിലും മ്ലേച്ഛമായ ചിന്തകളൊക്കെ വന്നിട്ടുണ്ട്. That's how I was when I was 20-year-old born again. വീണ്ടും ജനിക്കപ്പെട്ട 20 വയസ്സ് പ്രായമുള്ള ഒരു യുവാവായിരുന്നപ്പോൾ എൻ്റെ അവസ്ഥ അതായിരുന്നു. But I kept seeing in Scripture there's a promise of purity and power that I can have. എന്നാൽ ദൈവത്തിന്റെ വചനത്തില് വിശുദ്ധിയുടെയും ശക്തിയുടെയും ഒക്കെ ആ അനുഭവം വാഗ്ദത്തമുണ്ട് എന്നുള്ളത് ആഴമായിട്ട് മനസ്സിലാക്കുവാൻ എനിക്കിടയായി തീർന്നു. Here is a law of God. ദൈവത്തിന്റെ ഒരു നിയമം ഇതാണ്. Jeremiah chapter 29. യെരമ്യാവിന്റെ പുസ്തകം 29-ാം അധ്യായം. The Lord says, ദൈവം പറയുന്നു, verse 11, അതിന്റെ 11-ാം വാക്യം, I have wonderful plans for you, not to bring calamity to your life, but to give you great hope and future. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന യഹോവയുടെ അരുളപ്പാട്. I wish all of you would believe that verse and never forget it. നിങ്ങൾ എല്ലാവരും ഇത് പൂർണ്ണമായിട്ടും വിശ്വസിക്കണം, ഇതൊരിക്കലും മറന്നു പോകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. God is saying to you personally, ദൈവം വ്യക്തിപരമായി നിങ്ങളോട് സംസാരിക്കുകയാണ്. I have plans for your life. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായ പദ്ധതികളുണ്ട്. To give you a fantastic future. നിങ്ങൾക്ക് ഒരു മനോഹരമായ ഭാവി തരുവാൻ തക്കവണ്ണം. Not to bring any calamity in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തിന്മയും വരുത്തുവാൻ വേണ്ടി അല്ല. If you submit to me. നിങ്ങളെ തന്നെ എനിക്ക് സമർപ്പിച്ചാൽ. If you young people submit to me. നിങ്ങൾ യൗവനക്കാർ നിങ്ങളുടെ ജീവിതത്തെ എനിക്ക് സമർപ്പിച്ചാൽ. From a young age. നിങ്ങളുടെ ചെറുപ്രായത്തിൽ തന്നെ. I will make a perfect plan for your life. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു പദ്ധതി ഞാൻ ഉണ്ടാക്കും. You'll get the best wife in the world suited for you. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഭാര്യയെ ലഭിക്കും. Or husband. നിങ്ങൾക്ക് ഏറ്റവും നല്ല ഭർത്താവിനെ ലഭിക്കും. You don't have to keep worrying like other people. നിങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ അതിനെക്കുറിച്ച് വിചാരപ്പെട്ട് ബുദ്ധിമുട്ടേണ്ടി വരികയില്ല. I will do that for you. ഞാനത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. I will lead you not into the most highly paid job, but the best job which I have chosen for you. അതെ, ഒരുപക്ഷേ ഏറ്റവും ശമ്പളം കൂടിയ ജോലി ആയിരിക്കത്തില്ല, എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും നന്നായിട്ടുള്ളത് ഞാൻ തിരഞ്ഞെടുത്ത ജോലി ഞാൻ നിങ്ങൾക്ക് തരും. Too much of money may ruin you. ഒരുപക്ഷേ കൂടുതൽ പണം കിട്ടിയാൽ അത് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയും. See, some people are not ruined by much money, but some people are.
ചില ആൾക്കാരെ കൂടുതൽ പണം കൊണ്ട് നാശത്തിലേക്ക് പോയിട്ടുണ്ട്, എല്ലാവരും അല്ല. We must remember that we are all made differently. നാം അത് മറന്നു പോകരുത്. നമ്മൾ എല്ലാവരും വ്യത്യസ്തമായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. I've seen 85-year-old people eating such a lot of ice cream, and I say, boy, I wish I could do that, but I can't do it. 85 വയസ്സ് പ്രായമുള്ള ആൾക്കാരെ ഐസ്ക്രീം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ എനിക്കും ഇങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. I can't. If I eat one ice cream, I become fat. ഞാൻ ഒരു ഐസ്ക്രീം കഴിച്ചാൽ ഞാൻ എന്റെ തടി വെച്ചു, or I get sick. ഞാൻ രോഗിയായി തീരും At my age. എന്റെ ഈ പ്രായം. So I have to be careful. So I've seen that people are made differently. Some people can handle more, and some people handle less in food matters. വളരെ വ്യത്യസ്തമായിട്ടാണ് ആൾക്കാരെ ദൈവം ആ വിധത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. So God will give you the best wife suited for you. നിങ്ങൾക്ക് ഏറ്റവും യോഗ്യമായ ജീവിത പങ്കാളിയെ ദൈവം തരും. God will give you the best job suited for you. നിങ്ങൾക്ക് ഏറ്റവും യോഗ്യമായ നല്ല ജോലി ദൈവം തരും. Maybe he sees that fellow will not be ruined by so much money, this fellow will be. കൂടുതൽ പണം കൊണ്ട് ഒരുപക്ഷെ ആ ആള് നാശത്തിലേക്ക് പോകും, എന്നാൽ ഈ ആള് അങ്ങനെ പോവുകയില്ല. See, a chap like Job, he was so wealthy, wealthiest man in the world, but he did not lose his spirituality because of that. യോബിനെ കുറിച്ച് നാം ഇന്നലെ കേട്ടു. യോബ് ലോകത്തിലുള്ള ഏറ്റവും ധനവാനായ വ്യക്തിയായിരുന്നെങ്കിലും ധനം അവനെ ഒരിക്കലും തന്റെ വിശ്വാസത്തിൽ ക്ഷീണിപ്പിച്ചില്ല. Abraham was a very wealthy person. It didn't ruin him spiritually. എബ്രഹാമും വളരെ സമ്പന്നനായ വ്യക്തിയായിരുന്നെങ്കിലും ആത്മീയമായിട്ട് തന്റെ ധനം തന്നെ ശോഷിപ്പിച്ചില്ല. Balaam, with a little bit of attraction of money, he got ruined. എന്നാൽ ബിലെയാമ് പണത്തിന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു, പണത്തിന്റെ പുറകെ പോയതുകൊണ്ട് അവൻ നാശത്തിലേക്ക് പോയി. Gehazi, with a little bit of money, he got ruined. അതെ, ഗേഹസിയെ കുറിച്ച് നാം ഇന്നലെ കേട്ടു. പണത്തിന്റെ പുറകെ പോയി അവൻ നാശത്തിലേക്ക്. Judas Iscariot. യൂദാസ് കരിയോത്ത. So all are not the same. അവരെല്ലാം ഈ പണത്തിന്റെ ആഗ്രഹത്തോടു കൂടി പോയി നാശത്തിലേക്ക് പോയതായിട്ട് നാം വായിക്കും. All people are not the same. എല്ലാവരും ഒരുപോലെ അല്ല. So God sees your personality, your ability, and decides what's best for you. ദൈവത്തിന് നിങ്ങളുടെ വ്യക്തിത്വത്തെയും നിങ്ങളുടെ ആവശ്യങ്ങളെയും നിങ്ങൾ എന്തായിരിക്കുന്നുള്ളതിനെ കുറിച്ച് അറിയാവുന്നത് കൊണ്ട് ഏറ്റവും യോഗ്യമായത് നിങ്ങൾക്ക് വേണ്ടി ദൈവം. So he says, I have made a plan for your life. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഞാൻ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി വ്യക്തമായ ഒരു പദ്ധതി തയ്യാറാക്കി. Submit to it, it will be the best possible life you can live on the earth. എന്നാൽ നിങ്ങൾ എന്നെ കേട്ടനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ജീവിതം ഞാൻ തരും. You know, I understood that when I was 21 years old. 21 വയസ്സ് പ്രായമുള്ളപ്പോൾ ഈ ബോധ്യം എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. I immediately gave up all my earthly ambitions. അപ്പോൾ തന്നെ എൻ്റെ ലോകപ്രകാരം ഉണ്ടായിരുന്ന എൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും ഞാൻ വിട്ടുകളഞ്ഞു. I said, Lord, I want your plan. കർത്താവേ, എന്നെ കുറിച്ചുള്ള നിന്റെ പദ്ധതി മാത്രം എനിക്ക് മതിയെന്ന് ഞാൻ പറഞ്ഞു. I did not compare myself with others. മറ്റുള്ളവരുമായിട്ട് ഞാൻ ഒരിക്കലും എന്നെ താരതമ്യപ്പെടുത്തുകയില്ല. And as I grew up and I sought to follow God's plan, ഞാൻ ഈ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് എൻ്റെ ജീവിതം ക്രമീകരിക്കുവാൻ തുടങ്ങി. It brought me to a lot of difficulties. പല ബുദ്ധിമുട്ടുകളും അത് കാരണമായിട്ട് എനിക്ക് സഹിക്കേണ്ടി വന്നു. Sometimes we think that if we follow the Lord, we won't have any problems. ചിലപ്പോൾ നാം ചിന്തിക്കുക ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് നമ്മൾ പോയാൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല എന്ന്. Sometime when you get time, you read Acts chapter 16. സമയം കിട്ടുമ്പോൾ നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായം ഒന്ന് ശരിക്കും വായിച്ചു നോക്കണം. God gave Paul a vision with a man saying, come to Philippi, Macedonia, to help us. ദൈവം പൗലോസിന് ഒരു ദർശനം കൊടുത്തു, മാസിഡോണിയയിലേക്ക് വരിക എന്ന്. And do you know what happened when he went there? അവിടെ ചെന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. He got imprisoned. അവിടെ വെച്ച് താനെ തടവിലാകുവാൻ ഇടയായി തീർന്നു. He got this vision and he went. ദൈവത്തിന്റെ ആ ദർശനം അനുസരിച്ചാണ് പൗലോസ് പോയത്. And he got into prison. എന്നാൽ താന് ചെന്ന് അവസാനിച്ചത് തടവറയിലാണ്. Now, when God leads somebody, ദൈവം ചിലയിടത്തേക്ക് നയിക്കുമ്പോൾ, do you go into prison? നിങ്ങൾ തടവറയിൽ ചെന്ന് അവസാനിക്കാനാണോ? Let me show you that. നിങ്ങളെ അത് കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Acts 16. അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായം. It says in verse 9. അതിന്റെ 9-ാം വാക്യം. A vision appeared to Paul, a certain man of Macedonia, standing and appealing, saying, come to Macedonia and help us. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കതോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന് നീ മക്കതോന്യക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. Macedonia is Philippi is in Macedonia. ഫിലിപ്പായി എന്ന് പറയുന്ന സ്ഥലം മാസിഡോണിയയിലാണ്. So that's somebody from Philippi saying, come and help us. ഫിലിപ്പയിൽ നിന്ന് ചിലരെ ഞങ്ങളെ വന്ന് സഹായിക്കുക എന്ന് പറയുന്നതായിട്ട്. As soon as he saw the vision, verse 10, he said, God is leading me to go there. ഈ ദർശനം കണ്ട ഉടനെ തന്നെ ദൈവം എന്നെ അവിടേക്ക് പോകുവാൻ ആഹ്വാനം ചെയ്യുന്നു എന്ന് താൻ മനസ്സിലാക്കി. And they reached verse 12, Philippi, the leading city of Macedonia. അങ്ങനെ മാസിഡോണിയയിലെ വളരെ പ്രധാനപ്പെട്ട പട്ടണമായ ഫിലിപ്പയിൽ ഞങ്ങൾ ചെന്നു. And first they met a woman
അവിടെ ഒരു സ്ത്രീയെ കണ്ടുമുട്ടി. Verse 14. അതിന്റെ 14-ാം വാക്യം. Who opened her heart and accepted the Lord. അവള് ദൈവത്തിന് വേണ്ടി ഹൃദയം തുറന്ന് കർത്താവിനെ സ്വീകരിച്ചു. But where is this man whom they saw in the vision? ഈ ദർശനത്തിൽ കണ്ട മനുഷ്യൻ എവിടെയാണ്? He didn't see a woman, he saw a man. ആ ദർശനത്തിൽ താൻ ഒരു സ്ത്രീയെ അല്ല പുരുഷനെയാണ് കണ്ടത്. That man is in the jail. He's a jailer. ആ മനുഷ്യൻ ആരാണെന്നറിയാമോ? അവൻ ജയിലിലായിരുന്നു. He was the jailer of that Philippian jail. കാരാഗ്രഹ പ്രമാണിയായിരുന്നു. How to get to him? ആ കാരാഗ്രഹ പ്രമാണിയുടെ അടുത്ത് പോകണമെങ്കിൽ He won't come to a meeting. അവൻ ഒരിക്കലും ഒരു മീറ്റിങ്ങിന് വരുന്ന പാർട്ടിയല്ല. But he's got a desire. എന്നാൽ അവന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ട്. So it's almost as though God says, who is willing to go to jail in order to save that guy? ആ ജയിലറെ ആ കാരാഗ്രഹ പ്രമാണിയെ രക്ഷിക്കുവാൻ തക്കവണ്ണം തടവറയിലേക്ക് പോകുവാൻ ആഗ്രഹമുള്ള ആരാണ് എന്ന് ദൈവം നോക്കി. All such difficult things, Paul is the first volunteer. Sure, I'll go. അങ്ങനെയുള്ള പ്രയാസമുള്ള ജോലിക്കെല്ലാം അതേ മുന്നോട്ടിറങ്ങുന്നത് പൗലോസ് തന്നെയാണ്. We may say, no, ask him to come to a meeting, we'll speak to him. നമ്മൾ ചിലപ്പം പറയുമായിരിക്കും ഞങ്ങളുടെ പള്ളിയിലെ ഞങ്ങളുടെ മീറ്റിങ്ങിന് പോവാ, ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കാം. What about these fellows who won't come to the meeting? എന്നാൽ മീറ്റിങ്ങിന് വരാത്ത ആൾക്കാരുടെ കാര്യം എങ്ങനെയാണ്? God saw he had one servant who was willing to go through any difficulty to save souls. ദൈവം കണ്ടു പൗലോസ് ഏത് പ്രയാസമുള്ള സ്ഥാനത്തും കടന്നു എന്ന് ആത്മാക്കളെ രക്ഷിക്കുവാൻ താല്പര്യമുള്ള ഒരാളാണ് പൗലോസ് എന്ന് ദൈവം കണ്ടു. If you see God using somebody else more than you, it's because God sees that that man is willing to go through 100 times more difficulties than you are. നിങ്ങളെക്കാൾ കൂടുതലായിട്ട് ഒരാളെ ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കണം, നിങ്ങളെക്കാട്ടിൽ കൂടുതൽ അല്ല ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള സ്ഥാനത്തേക്ക് ദൈവത്തിന് വേണ്ടി പോകുവാൻ താല്പര്യമുള്ള ആളാണ് അദ്ദേഹം. He'll do the same for you. നിങ്ങൾക്കും അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്കും അതുപോലെ ചെയ്യും. You are so careful and so cautious. നിങ്ങൾ പല കാര്യത്തിലും വളരെ ശ്രദ്ധാലുവാണ്. You don't want to suffer so much. കഷ്ടം സഹിക്കുവാൻ താല്പര്യമില്ല. Or you want to make more money. അല്ലേ നിങ്ങൾക്ക് പണം കൂടുതൽ ഉണ്ടാക്കുവാൻ ആഗ്രഹമുണ്ട്. God says, I can't use you so much. അങ്ങനെയെങ്കിൽ ദൈവം പറയുന്നു നിങ്ങളെ എനിക്ക് അത് ഉപയോഗിക്കുവാൻ കഴിയില്ല. A few drops of blessing will come from your life. ചില തുള്ളികളായ അനുഗ്രഹങ്ങൾ മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ ലഭിക്കുകയുള്ളൂ. Rivers will come from that person. എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് നദികൾ ഒഴുകും. But that can happen to you too. അത് നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. You say, Lord, I want your plan for my life. കർത്താവിനോട് ഇങ്ങനെ പറയുവാൻ കഴിയുമെങ്കിൽ കർത്താവേ എന്നെ കുറിച്ചുള്ള നിന്റെ പ്ലാൻ ആണ് എനിക്ക് എന്റെ ജീവിതത്തിൽ വേണ്ടത്. You know the rest of the story. Paul was in prison and he was put into jail. നമുക്ക് ബാക്കി ചരിത്രം അറിയാം. പൗലോസ് അവിടെ വെച്ച് തടവറയിലാക്കപ്പെട്ടു. As soon as he saw this vision, he goes and what happens? He gets into jail. ഈ ദർശനം അനുസരിച്ചാണ് പൗലോസ് പോയത്. അവിടെ ചെന്നപ്പോൾ പൗലോസ് തടവറയിലായി. He said, Lord, you gave me a vision to come here. I praise you. പൗലോസ് കർത്താവേ നീ ഒരു ദർശനം തന്നു, അതനുസരിച്ചാണ് ഞാൻ വന്നത്, ഞാൻ അതുകൊണ്ട് നിന്നെ സ്തുതിക്കുന്നു. As he was praising God, he discovered that man who needed salvation. അവർ ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് രക്ഷ ആവശ്യമുള്ള ആ കാരാഗ്രഹ പ്രമാണി അവരുടെ അടുത്ത് വരുവാൻ. It says the whole prison shook. ആ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങിയെന്നാണ് നാം ദൈവവചനത്തിൽ വായിക്കുന്നത്. It says in Acts 16:25, midnight, Paul and Silas were singing hymns of praise to God. അർദ്ധരാത്രിയിൽ പൗലോസും സീലാസും ദൈവത്തെ പാടി സ്തുതിച്ചു എന്ന് നാം അവിടെ വായിക്കുന്നു. Do you think if Paul was sitting there and saying, God, I obeyed you and you made me miserable, my feet are all in stocks, what are you doing with me? ഒരു പക്ഷേ പൗലോസ് അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ നിന്റെ ദർശനം അനുസരിച്ച് നിന്നെ അനുസരിച്ച് ഞാൻ വന്നതാണ്, നീ എന്നെ ഇവിടെ കൊണ്ട് ജയിലിലിട്ടത് മാത്രമല്ല എൻ്റെ കയ്യിലും കാലിലും ആമം വരെ ആയിരിക്കുന്നു, എനിക്ക് കൈയും കാലും അനക്കാൻ പോലും കഴിയുന്നില്ല. There would have been no earthquake and no salvation also. അങ്ങനെയുണ്ടെങ്കിൽ അവിടെ ഒരു ഭൂമികുലുക്കവും ഉണ്ടാകുകയില്ല, അവിടെ ഒരു ആത്മാക്കൾ രക്ഷിക്കപ്പെടുകയും. That Philippian jailer would have to wait. Somebody else will come to jail and save him. ആ ഫിലിപ്പിയൻ ജയിലിൽ മറ്റാരെങ്കിലും ഈ കാരാഗ്രഹത്തിൽ വന്ന് തന്നെ രക്ഷിക്കുന്നവരെ അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരും. When you are not willing to do what God has planned for you, don't think God's work will not be done. He'll do it through somebody else. നിങ്ങൾ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് പോകുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതികൾ തടസ്സപ്പെടുമെന്ന് വിചാരിക്കരുത്. മറ്റൊരാളെ ആ സ്ഥാനത്തേക്ക് ദൈവം ഒരുക്കും. He gives you the first chance. എന്നാൽ ഒന്നാമത്തെ അവസരം ദൈവം നിങ്ങൾക്ക് തരും. You say no. നിങ്ങൾക്ക് പറ്റിയില്ല എന്ന് പറയുകയാണെങ്കിൽ God says, okay, I'll choose somebody else. അപ്പോൾ ദൈവം പറയും നിനക്ക് പറ്റത്തില്ല, വേണ്ട, ഞാൻ മറ്റാരെങ്കിലും നോക്കിക്കൊള്ളാം. When God called me to his service in May 1964. 1964 മെയ് മാസത്തിൽ തന്റെ ശുശ്രൂഷയ്ക്കായി ദൈവം എന്നെ വിളിച്ചപ്പോൾ I still remember where I was. ഞാൻ എവിടെയായിരുന്നു എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായ ഓർമ്മയുണ്ട്. On the 6th of May 1964. മെയ് 6 തീയതി 1964. Clearly God called me. ദൈവം വളരെ വ്യക്തമായിട്ട് എന്നെ വിളിച്ചു. And I had a choice. എനിക്ക് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. Whether I could pursue my ambitions in the Navy or give it all up. നേവിയിലെ ആ ഉന്നത സ്ഥാനം ആഗ്രഹിച്ച് എൻ്റെ ജോലി തുടരണമോ
അതോ ദൈവത്തിന്റെ പദ്ധതിക്ക് ഏൽപ്പിച്ചു കൊടുക്കണമോ? And I remember I was on vacation that time. ആ സമയത്ത് ഞാൻ അവധിയിലായിരുന്നു. As soon as I went back ഞാൻ അവധി കഴിഞ്ഞ് തിരിച്ച് ജോലിയിൽ പ്രവേശിച്ചപ്പോൾ and put in my resignation, I wrote out my resignation. ഞാൻ എൻ്റെ രാജിക്കത്ത് എഴുതി. I got another letter എനിക്ക് മറ്റൊരു എഴുത്ത് ലഭിച്ചു from Naval Headquarters. നേവിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന്. You have been selected for the most prestigious course in the Indian Navy. ഇന്ത്യൻ നേവിയിലെ വളരെ പ്രശസ്തമായ ഒരു കോഴ്സിന് വേണ്ടി നീ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ലെറ്റർ ആയിരുന്നു. It was like the devil saying, I'll give you all the kingdoms of the world, just don't listen to the call of God. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതെ ഇരുന്നാൽ പിശാച് പറയുന്നത് പോലെ ഈ ലോകത്തിലുള്ള എല്ലാ മഹത്വവും ഞാൻ നിനക്ക് തരാമെന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നി. I said, no, I'm not bothered about that. I gave in my resignation to my commanding officer. ഞാൻ എൻ്റെ രാജിക്കത്ത് എൻ്റെ കമാൻഡിംഗ് ഓഫീസറിന് കൊടുത്തു. He said, you're a fool. അദ്ദേഹം എന്നോട് ആദ്യം പറഞ്ഞത്, നീ ഒരു മഠയനാണ്. You have been selected for things which so many people are trying to go to. അനേകർ ശ്രമിച്ചിട്ട് ലഭിക്കാത്ത ഒരു സ്ഥാനത്തേക്കാണ് നിനക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്. You're quitting. നീ അത് വിട്ടുകളയുകയാണോ? Go back to your office and think about it. തിരിച്ച് നിന്റെ ഓഫീസിൽ പോയി ഇതിനെക്കുറിച്ച് ഒന്നുകൂടെ നന്നായി ചിന്തിച്ചു നോക്ക്. I said, sir, I don't have to think about it. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇല്ല, എനിക്ക് ഇനിയും ചിന്തിക്കുവാനൊന്നുമില്ല. Please forward my resignation to headquarters. എൻ്റെ രാജിക്കത്ത് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് അയക്കുക. And headquarters rejected it. ഹെഡ് ക്വാർട്ടേഴ്സിൽ എൻ്റെ കത്ത് കിട്ടിയപ്പോൾ അവരത് നിരസിച്ചു. And all my fellow believers said, see, God hasn't called you. That's why it was not accepted. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികൾ പോലും പറഞ്ഞു, ഓ, ദൈവം നിന്നെ ഇതിനു വേണ്ടി വിളിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നിന്റെ രാജിക്കത്ത് പോലും അവർ തിരസ്കരിച്ചത്. It was a test for me. അത് ഒരു പരിശോധനയായിരുന്നു എൻ്റെ I ജീവിതത്തിൽ. could have also said, that means I can continue my ambition in the Navy because they rejected ഞാൻ പറഞ്ഞു, ഓ, ഇത് ദൈവഹിതമല്ല, അതുകൊണ്ട് എനിക്ക് എൻ്റെ നേവിയിലെ ജോലി തന്നെ തുടരാം. And that's what other believers are saying. മറ്റ് വിശ്വാസികൾ അത് തന്നെയാണ് പറഞ്ഞത്. I sought the Lord again. ഞാൻ ദൈവസന്നിധിയിൽ പോയി ദൈവത്തോട് പ്രാർത്ഥിച്ചു. Sometimes good believers may not give you the best advice. ചില സമയത്ത് നല്ല വിശ്വാസികൾ don't give you the best advice. നല്ല ഉപദേശമായിരിക്കില്ല നിങ്ങൾക്ക് തരുന്നത്. They try to don't go to a difficult life. It's very difficult to be a full-time worker. പ്രയാസമുള്ള ഈ ശുശ്രൂഷയ്ക്കൊന്നും പോകണ്ട, ഒരു നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിരാശപ്പെടുത്തുവാൻ ശ്രമിക്കും. Who's going to support you? You won't earn as much as you're learning in the Navy. നേവിയിൽ നിന്ന് കിട്ടുന്ന പോലെ ശമ്പളമൊന്നും കിട്ടത്തില്ല. അവിടെ ആരാണ് നിന്നെ സാമ്പത്തികമായി സഹായിക്കാൻ പോകുന്നത്? If I had listened to all of them, I wouldn't be here today. അങ്ങനെ അവര് പറയുന്നത് ഞാൻ കേട്ടിരുന്നെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ ശുശ്രൂഷയെ ഞാൻ ഇപ്രകാരമായിരിക്കില്ല. I wouldn't have done what God wanted me to do. ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. I respected those believers. എന്നാൽ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികളെ ഞാൻ വളരെ ബഹുമാനിക്കുന്നു. But I said, Lord, I want to know your will. എന്നാൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നിന്റെ ഹിതമാണ് ഞാൻ അറിയുവാൻ ആഗ്രഹിക്കുന്നത്. Why is my resignation rejected? എന്തുകൊണ്ടാണ് ഞാൻ കൊടുത്ത രാജിക്കത്ത് അവര് നിരസിച്ചത്? You got all power in heaven and earth. How can they dare reject my resignation? സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും നിന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അവര് ഈ രാജി സ്വീകരിക്കാതിരുന്നത്? And the Lord said, what did Pharaoh tell Moses? അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ഫറവോൻ മോശയോട് എന്താണ് പറഞ്ഞത്? I will not let you go to serve the Lord. നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുവാൻ ഞാൻ ജനത്തിലെ വിട്ടയക്കുകയില്ല. Did Moses get discouraged? Oh, maybe I heard God wrongly. Maybe I'm not supposed to. ഇത് കേട്ടിട്ട് മോശ നിരാശപ്പെട്ടോ? ഒരുപക്ഷെ ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ടത് തെറ്റായി വല്ലതും തെറ്റിപ്പോയതാണോ? ഒരിക്കലും. He went back again. മോശ പിന്നെയും ദൈവസന്നിധിയിലേക്ക് ചെന്നു. Pharaoh again said no. ഫറവോൻ പിന്നെയും പറഞ്ഞു. Moses went back again. പിന്നെയും മോശ പോയി. I got my answer. അപ്പോഴേ എനിക്ക് എന്റെ വിഷയത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് ഉത്തരം ലഭിച്ചു. So I applied again. ഞാൻ പിന്നെയും എന്റെ രാജി സമർപ്പിച്ചു. Same reason. ഇതേ കാരണം. Lord Jesus has called me to serve him. കർത്താവായ യേശുക്രിസ്തു തന്നെ തന്റെ ശുശ്രൂഷയ്ക്കായി എന്നെ വിളിച്ചു. I cannot serve the Navy anymore. എനിക്ക് ഈ നാവിക ജോലി തുടരുവാൻ കഴിയുകയില്ല. I'm sure in the history of the Indian Navy they never got a letter like that. ഇന്ത്യൻ നേവിയുടെ ചരിത്രത്തിൽ ഇത് ഇങ്ങനെ ഒരു ലെറ്റർ ആരിൽ നിന്നും അവർക്ക് ലഭിച്ചിട്ടുണ്ടാകുകയില്ല. They must have thought I gone mad or something. ഇവന് വല്ല ഭ്രാന്ത് പിടിച്ചു പോയെന്ന് ഒരുപക്ഷെ അവർ ചിന്തിച്ചു കാണും. They put the CID on me to find out if I'm some Pakistani spy or American spy or something. അവർ അന്വേഷണത്തിനായിട്ട് എൻ്റെ പുറകിൽ CID ഞാനൊരു പാകിസ്ഥാന്റെ ചാരപ്രവൃത്തിയിൽ വല്ലതും ഏർപ്പെട്ടിരിക്കുന്നു എന്ന് അറിയുവാൻ തക്കവണ്ണം. I put in again. ഞാൻ പിന്നെയും എൻ്റെ രാജിക്കത്ത് സമർപ്പിച്ചു. 3 times. 3 പ്രാവശ്യം. Finally they said, okay, go. അവസാനമായിട്ട് അവരത് സ്വീകരിച്ചു. 2 വർഷത്തിന് ശേഷം അവരത് അംഗീകരിച്ചു. So just because there's a little difficulty or hindrance doesn't mean that God is stopping you.
നാം നേരിടുന്ന അല്പമായ പ്രതികൂലമോ പ്രതിസന്ധികളോ കാരണമായിട്ട് ദൈവം നമ്മളെ അതിനായിട്ട് വിളിച്ചിട്ടില്ല എന്ന് നാം ധരിക്കരുത്. I learned something that time. ആ സമയം ചില കാര്യം ഞാൻ മനസ്സിലാക്കി. An obstacle in your way is not a signal to retreat. അതായത് നിങ്ങളുടെ മാർഗത്തിൽ ഉണ്ടാകുന്ന ഒരു തടസ്സം പിന്മാറുവാനുള്ള ഒരു അടയാളമല്ല, But a challenge to your faith. എന്നാൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഒരു വെല്ലുവിളിയാണ്. That's a little statement I made up myself. ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രസ്താവനയാണ്. An obstacle in my way is not a signal to retreat. നിങ്ങളുടെ മാർഗത്തിൽ ഉണ്ടാകുന്ന ഒരു തടസ്സം പിന്മാറുവാനുള്ള ഒരു അടയാളമല്ല, But a challenge to my faith. എന്നാൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഒരു If വെല്ലുവിളിയാണ്. I see that mountain in the way, എന്റെ മാർഗത്തിൽ ഞാനൊരു വലിയ ഒരു പർവ്വതം കാണുന്നു, and I see God has told me to go there, എന്നാൽ ദൈവമാണ് എന്നോട് ആ പർവ്വതം കയറുവാൻ പറഞ്ഞതെങ്കിൽ, beyond the mountain, ഈ പർവ്വതത്തിന് അപ്പുറം പോകുവാൻ ദൈവമാണ് പറഞ്ഞതെങ്കിൽ, I have to command that mountain in Jesus' name to get out of my way. ഈ മലയോട് എന്റെ മുന്നിൽ നിന്ന് മാറിപ്പോകുവാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. I'm going to go there. എന്നിട്ട് ഞാൻ അവിടെ ചെന്നെത്തി. I followed the same principle when I was seeking baptism in the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ കാത്തിരുന്നപ്പോഴും ഇതേ ആശയം തന്നെയാണ് ഞാൻ I ഉപയോഗിച്ചത്. prayed, I didn't get it. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് കിട്ടിയില്ല. What am I going to do? ഞാൻ ഇനി എന്താണ് ചെയ്യുന്നത്? Give it up? അത് ഉപേക്ഷിക്കോ? ഇല്ല. I said, Lord, if it takes 10 years, I'm going to get there. കർത്താവേ, 10 വർഷം എടുത്താലും എനിക്കത് വേണം എന്ന് The പറഞ്ഞു. same thing when I began to seek an overcoming life. ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ചപ്പോഴും ഇതേ അവസ്ഥയാണ് ഉണ്ടായത്. Lord, my anger is a disgrace to your name. കർത്താവേ, ഞാൻ എന്നിലുള്ള ഈ കോപം നിന്റെ നാമത്തിന് ഒരു അപവാദമാണ്. My sitting discouraged is a dishonor to your name. കർത്താവേ, ഞാൻ നിരാശയിലായിരിക്കുന്നത് നിന്റെ നാമത്തിന് ഒരു അപമാനമാണ്. My getting anxious and afraid is a dishonor to your name. അതെ കർത്താവേ, ഞാൻ ആകാംക്ഷയുള്ളവനായിട്ട് ആയിരിക്കുന്നത് നിന്റെ നാമത്തിന് അപവാദമാണ്. I want to glorify your name. എനിക്ക് നിന്റെ നാമം എന്റെ ജീവിതം കൊണ്ട് മഹത്വപ്പെടുത്തണം. My first prayer in life is not heal my headache and heal my backache, but hallowed be your name. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന എൻ്റെ നടുവേദനയോ എൻ്റെ തലവേദനയോ സൗഖ്യമാക്കണമെന്നല്ല. കർത്താവേ, എൻ്റെ ജീവിതം കൊണ്ട് നിന്റെ നാമം മഹത്വപ്പെടണമെന്നുള്ളത്. I can live with any sickness. ഏത് രോഗത്തോടു കൂടി എനിക്ക് ജീവിക്കുവാൻ പറ്റും. But I cannot live without glorifying God's name. എന്നാൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താതെ ജീവിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. You take such an attitude. അങ്ങനെ ഒരു മനോഭാവം നിങ്ങൾ ഏറ്റെടുക്കുന്നെങ്കിൽ, I tell you, miracles will happen in your life. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. We are not wholehearted. നാം പൂർണ്ണമായിട്ടും സത്യസന്ധരല്ല ഈ വിഷയത്തിൽ. Turn to Jeremiah 29 again. ജെറമിയായുടെ പുസ്തകം 29-ാം അധ്യായത്തിലേക്ക് നമുക്ക് I was telling you about this law of God. ദൈവത്തിന്റെ ഈ നിയമത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ. God says, I got a plan for you. ദൈവം പറയുന്നു, നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പ്ലാൻ. And you will seek me for that plan. നിങ്ങൾ You will call upon me and pray to me, verse 12, for that plan to be fulfilled. Jeremiah 29:12. ജെറമിയായുടെ പുസ്തകം 29-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും and I will listen to you. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. But wait. എന്നാൽ you will get an answer, verse 13, only when you search for me with all your heart. എന്നാൽ നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. If you seek me half-heartedly, you won't find me. നിങ്ങൾ അർദ്ധമനസ്സോടെ എന്നെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് എന്നെ ലഭിക്കുകയില്ല. You will never fulfill my plan for your life. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതികൾ നിങ്ങൾക്ക് അത് പൂർത്തീകരിക്കുവാൻ കഴിയില്ല. I am absolutely convinced that many believers never in their entire life fulfill God's plan for their life because they don't seek him with all their heart. പലരുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതികളും പ്ലാനുകളും പൂർണ്ണമായും പ്രയോജനമായി തീരാത്തത് അവർ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അപേക്ഷിക്കാത്തത്. They seek a little bit, they don't get it, they give up. അവര് കുറച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും, അപേക്ഷിക്കും, കിട്ടാത്തപ്പോൾ അവർ നിരാശരായിട്ട് മടങ്ങിപ്പോകും. Supposing you are walking through the grass at night, on the grass, ഒരുപക്ഷെ നിങ്ങൾ രാത്രിയിൽ പുല്ലിന്റെ പുറത്തൂടെ നടന്നു പോവുകയാണെങ്കിൽ you drop one rupee coin, you lose somewhere there. നിങ്ങളുടെ കയ്യിൽ നിന്ന് 1 രൂപ കോയിൻ താഴെ പോയി എവിടാ പോയെന്ന് അറിയില്ല. How long will you search for it? നിങ്ങൾ എത്ര നേരം അത് തിരക്കി നടക്കും? 2 hours? ചിലപ്പോൾ 2 മണിക്കൂറായിരിക്കും. Will you do that? 1 രൂപയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ 2 മണിക്കൂറൊന്നും അതിന് വേണ്ടി No, you won't do that. നിങ്ങൾ ചെയ്യത്തില്ല. I don't think even a beggar will look for 2 hours for 1 rupee coin. 1 രൂപയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഇന്നൊരു യാചകൻ പോലും അത് തപ്പി നടക്കുകയില്ല. You look a few minutes. ചില നിമിഷങ്ങൾ മാത്രം നിങ്ങൾ അത് നോക്കും. Maybe 5 minutes. ചിലപ്പോൾ 5 മിനിറ്റ് നോക്കുമായിരിക്കും. Forget it, it's only 1 rupee. 1 രൂപയല്ല ഉള്ള, സാരമില്ല, പോയാൽ പോട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ മടങ്ങിപ്പോകും. But supposing you misplaced a bundle of 5 lakhs rupees of currency notes in your house somewhere.
എന്നാൽ Or somewhere when you go to a shop or somewhere. നിങ്ങൾ എവിടെയോ പോയ വഴിയിൽ കടയിൽ ഷോപ്പിങ്ങിന് പോയപ്പോൾ എപ്പോഴെങ്കിലും ഒരു 5 ലക്ഷം രൂപ നിങ്ങൾ എവിടെയോ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടമായി പോയെങ്കിൽ How long will you look for that? നിങ്ങൾ എത്ര സമയം അതിനു വേണ്ടി നോക്കും? You'll take leave from your work. ഒരുപക്ഷെ നിങ്ങൾ ജോലിയിൽ നിന്ന് അവധിയെടുത്ത് നിങ്ങൾ അത് തിരക്കി നടക്കും. Phone calls and here and there. Where did നിങ്ങൾ I leave? എവിടൊക്കെ ആരെയൊക്കെ ടെലിഫോണിൽ വിളിച്ച് ചോദിക്കും. So you can seek for God like you seek for a 1 rupee coin you've lost, or like a 5 lakhs that you've lost. നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നത് നിങ്ങളുടെ ഈ 1 രൂപ കളഞ്ഞുപോയ ലാഘവത്തോടെയാണോ അതോ ഈ 5 ലക്ഷം രൂപ നഷ്ടമായ ആ ആവശ്യം അതിന്റെ മുഖത്താണോ? There are some people who seek for God like losing 1,000,000 rupees. എന്നാൽ ചിലർ ദൈവത്തെ അന്വേഷിക്കുന്നത് ദശലക്ഷക്കണക്കിന് രൂപ നഷ്ടമായ അതേ ആ ഒരു And മനോബോധത്തോടെ they find him. And they find him. അത് അവർ കണ്ടെത്തും. And some others, just like a little coin they lost and they don't find him. എന്നാൽ മറ്റു ചിലരെ തൊട്ട് 1 രൂപ നഷ്ടപ്പെട്ടവരെ പോലെയാണ്, അതുകൊണ്ട് അവർക്ക് ലഭിക്കുകയില്ല. This is why some believers in their entire life they never get victory over anger or discouragement or fear. അതുകൊണ്ടാണ് ചില വിശ്വാസികൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അവരുടെ കോപത്തിന്റെ മേലോ നിരാശയുടെ മേലോ ആകാംക്ഷയുടെ മേലോ ഒന്നും ജയം ലഭിക്കാത്തത്. How do others get it? എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് അത് ലഭിക്കുന്നത്? I can tell you honestly, I was so defeated in all these 3 areas. ഈ 3 മേഖലകളിൽ ഞാൻ ഭയങ്കരമായിട്ട് പരാജയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. And I can tell you, God delivered me in all the 3 areas. ഈ 3 മേഖലകളിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചു. The Lord told me, don't say you got victory over sin. ദൈവം എന്നോട് പറഞ്ഞു, നിനക്ക് പാപത്തിന്റെ മേൽ ജയം ലഭിച്ചു എന്ന് നീ പറയരുത്. Say Jesus keeps me from falling. ഇങ്ങനെ പറയണം, ഞാൻ വീഴാതെ യേശു എന്നെ താങ്ങി. The moment if he goes away, I'll fall straight away. യേശു എന്നിൽ നിന്ന് അകന്നു പോയാൽ തീർച്ചയായിട്ടും ഞാൻ വീണുപോകും. See, I'm like this book. ഈ പുസ്തകത്തെ പോലെയാണ് ഞാൻ. The pull of gravity is so strong that this book cannot stay in the air like this. അതെ, ഗുരുത്വാകർഷണത്തിന്റെ ശക്തി ഇത്ര അധികമായതുകൊണ്ട് ഈ വായുവിൽ ഈ പുസ്തകം ഇങ്ങനെ നിൽക്കുകയില്ല. It'll just fall. അത് താഴെ വീഴും. But see, I can keep it from falling. എന്നാൽ അത് വീഴാതെ വണ്ണം നിൽക്കുവാൻ എനിക്ക് എന്റെ കൈയുടെ ശക്തി കൊണ്ട് കഴിയും. It's not because of anything in this book. ഈ ബുക്കിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേകത കൊണ്ടല്ല. It's because another life is holding it up. കാരണം മറ്റൊരു ജീവൻ അത് താങ്ങി നിർത്തുന്നത് കൊണ്ടാണ്. This is exactly how the Lord keeps me from falling. ഇങ്ങനെയാണ് യഥാർത്ഥമായിട്ടും യേശു വീഴാതെ വണ്ണം എന്നെ താങ്ങി നിർത്തുന്നത്. What do I have to do? എനിക്ക് എന്താണ് ചെയ്യേണ്ടത്? I have to say, Lord, I want to stay in your hand. എനിക്ക് ഇത് മാത്രമേ, കർത്താവേ നിന്റെ കരങ്ങളിൽ തന്നെ എപ്പോഴും ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. If I say no, I don't want to be in there, I want to go experimenting some other things, I'll fall. എന്നാൽ നിന്റെ ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കില്ല, എനിക്ക് മറ്റു പലയിടങ്ങളിലും പോകണമെന്ന് പറഞ്ഞു പോയാൽ തീർച്ചയായും നാം വീണു പോകും. I never want to go any place in the world where the Lord is not with me. കർത്താവ് എന്നോട് കൂടെ ഇല്ലാതെ ലോകത്തിന്റെ ഒരിടത്തും പോകുവാൻ എനിക്ക് ആഗ്രഹമില്ല. But if the Lord is with me, I'll go anywhere. എന്നാൽ കർത്താവ് എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ലോകത്തിൽ എവിടെ വേണമെങ്കിലും ഞാൻ പോകും. The Lord is my witness. If he tells me to go to Afghanistan, I'll go there. ദൈവം എന്റെ സാക്ഷിയാണ്. ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ പോകാൻ കർത്താവ് എന്നോട് പറഞ്ഞാലും ഞാൻ പോകും. It's not my choice. എന്റെ തെരഞ്ഞെടുപ്പല്ല. He tells me to stay in Bangalore, I stay there. ബാംഗ്ലൂരിൽ മാത്രം താമസിച്ചാൽ മതി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ബാംഗ്ലൂരിൽ I താമസിക്കും. want to be in God's hand. ഞാൻ എപ്പോഴും ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കാൻ Do you ആഗ്രഹിക്കുന്നു. have a great desire for that? ഇങ്ങനെ ഒരു വലിയ തീവ്രമായ ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? Lord, I want to be in your plan for my life. കർത്താവേ, എന്റെ ജീവിതത്തിനെ കുറിച്ചുള്ള നിന്റെ പദ്ധതിയിലായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Whether it's comfortable or not comfortable, that's what I want. അത് എനിക്ക് ഇഷ്ടമായാലും ഇഷ്ടമില്ലെങ്കിലും നിന്റെ പദ്ധതി മാത്രം എനിക്ക് മതി. You know, when I left the Navy, ഞാൻ ഈ എന്റെ നേവിയിലെ ജോലി my income dropped 85%. എന്റെ വരുമാനം, സാമ്പത്തിക വരുമാനം 85% കുറഞ്ഞു. 1966. 1966 I was earning 1,000 rupees a month. അന്ന് എനിക്ക് 1000 രൂപ ശമ്പളം ഉണ്ടായിരുന്നു. That was a huge amount of money. അന്ന് 1000 രൂപ ഒരു വലിയ ശമ്പളമായിരുന്നു. I left the Navy, I started getting gifts about 150 rupees a month. ഞാൻ എന്നാൽ നാവിക ജോലി ഉപേക്ഷിച്ചിട്ട് എനിക്ക് ഏകദേശം ഒരു 100-150 രൂപയാണ് വരുമാനം I ഉണ്ടായത്. couldn't even afford to rent a house. ഒരു വീട് വാടകയ്ക്ക് എടുക്കുവാൻ പോലും ആ തുക കൊണ്ട് എനിക്ക് My മതിയാകുമായിരുന്നു. wife and I had to live in a little 10 by 10 room. 10 അടി വിസ്തീർണമുള്ള ഒരു റൂമിൽ ഞാനും എനിക്കും എന്റെ ഭാര്യയ്ക്കും ഒരുമിച്ച് താമസിക്കേണ്ടി The devil would come to me. The devil would come to me and say, പിശാച് എൻ്റെ അടുത്ത് വന്ന് പറയും, what a fool you are. എത്ര മഠയനാണ് നീ. You could have lived in a big bungalow in the Navy. You're living in this little room. നേവിയിൽ ജോലി ചെയ്തിരുന്നെങ്കിൽ നിനക്കൊരു വലിയ ബംഗ്ലോവിൽ താമസിക്കാമായിരുന്നില്ലേ.
And I would say, Lord Jesus, you called me. I didn't come here on my own. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവായ യേശുവേ, നീയാണ് എന്നെ വിളിച്ചത്, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല വന്നത്. And since that time, ആ സമയം മുതൽ many trials the Lord took me through. അനേക ഈ വിധത്തിലുള്ള പരിശോധനകളിൽ കൂടെ കർത്താവ് എന്നെ കടത്തിവിട്ടു. And I would say, Lord, you called me. ഞാൻ കർത്താവിനോട്, കർത്താവേ, നീയാണ് എന്നെ I want to വിളിച്ചത്. be in your hand, whether it's comfortable or not comfortable, I want to be in your hand. കർത്താവേ, എനിക്ക് സൗകര്യപ്രദമായാലും ഇല്ലെങ്കിലും നിന്റെ കരങ്ങളിൽ തന്നെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I'm going to seek you with all my heart. എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുവാൻ I ഞാൻ don't want to ആഗ്രഹിക്കുന്നു. judge other people. മറ്റാരെയും വിധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. I want to seek you with all my heart. എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And one of the prayers I've been praying more and more now is this. ഈ ദിവസങ്ങളിൽ ഏറ്റവും അധികമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, Lord, before I leave this earth, കർത്താവേ, ഞാൻ ഈ ലോകം വിട്ടു പോകുന്നതിന് മുമ്പ് I want to obey every commandment in the New Testament for Christians. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നീ തന്നിരിക്കുന്ന പുതിയ നിയമത്തിലെ എല്ലാ കൽപ്പനകളും അനുസരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Not Old Testament commandments like killing lambs and keeping the Sabbath. ആടിനെ ബലി കഴിക്കുന്നതും ശബത്ത് പ്രമാണിക്കുന്നതും പോലുള്ള പഴയ നിയമത്തിലെ കൽപ്പനകൾ പ്രമാണിക്കുവാനല്ല. Every commandment for Christians. എന്നാൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പുതിയ നിയമത്തിൽ തന്നിരിക്കുന്ന എല്ലാ കൽപ്പനകളും Before I leave this earth, കർത്താവേ, ഈ ലോകം വിടുന്നതിന് മുമ്പ് I want to obey them. അതെല്ലാം അനുസരിക്കുവാൻ ഞാൻ Everyone. ആഗ്രഹിക്കുന്നു. ഓരോന്നും. If you tell me to rejoice always, I want to rejoice always. എപ്പോഴും സന്തോഷിക്കുവാൻ പറയുകയാണ്, എപ്പോഴും സന്തോഷിക്കുന്ന If you want to tell me never to be anxious, I'll never be anxious. ഒന്നിനെ കുറിച്ചും ആകാംക്ഷരാകരുത് എന്ന് പറഞ്ഞ് അങ്ങ് ഒരിക്കലും If you ആകാംക്ഷനായിരിക്കാൻ. tell me put away all anger, I'm going to come to a life where I put away എല്ലാ all കോപവും anger. ഉപേക്ഷിക്കാനാണെങ്കിൽ ഞാൻ അത് പൂർണ്ണമായി ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. If you tell me to go and make disciples and not just converts, I'll go and make disciples and not converts. കടന്നുപോയിട്ട് ശിഷ്യന്മാരെ ഉണ്ടാക്കുവാനാണ്, അല്ല മനസാന്തരപ്പെടുന്നവരെ മാത്രമല്ല ശിഷ്യന്മാരെ ഉണ്ടാക്കുവാനാണ് നീ പറയുന്നതെങ്കിൽ ഞാൻ അതിന് പോകാൻ I want ആഗ്രഹിക്കുന്നു. to obey every commandment. നിന്റെ എല്ലാ കൽപ്പനകളും അനുസരിക്കുവാൻ If I have 10 enemies, I don't want to love 9 of them. I want to love all 10 of them. അതെ, എൻ്റെ ശത്രുക്കളെ സ്നേഹിക്കുവാൻ നീ പറയുകയാണെങ്കിൽ 10 9 പേരെ അല്ല 10 പേരെയും സ്നേഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Before I leave this earth, I want to obey all the commandments. ഞാൻ ഈ ലോകം വിടുന്നതിന് മുമ്പ് നിന്റെ കൽപ്പനകളെല്ലാം അനുസരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. The other thing, before I leave this earth, I want to claim all the promises you have given to Christians. മറ്റൊരു പ്രാർത്ഥന, കർത്താവേ, ഞാൻ ഈ ലോകം വിടുന്നതിന് മുമ്പ് ദൈവമക്കൾക്കായിട്ട് നീ വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിന്റെ എല്ലാ വാഗ്ദത്തങ്ങളും അവകാശമായി വാങ്ങിക്കുവാൻ ഞാൻ I ആഗ്രഹിക്കുന്നു. don't want to go to heaven and say I claimed 75% of the promises. ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വാഗ്ദത്തങ്ങളിൽ 75% മാത്രമേ ലഭിച്ചുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ ഞാൻ I don't ആഗ്രഹിക്കുന്നു. know about your desire. നിങ്ങളുടെ ആഗ്രഹം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. The commandments and promises are like two legs we stand on. നാം നിൽക്കുന്ന രണ്ട് കാല് പോലെയാണ് ദൈവത്തിന്റെ കൽപ്പനകളും വാഗ്ദത്തങ്ങളും. And I want both of them to be equal length. എന്നാൽ ഈ രണ്ട് കാലുകളും ഒരേ നീളമുള്ള അവസ്ഥയിലായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Some people like to claim all the promises but not keep all the commandments. പലരും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെല്ലാം അവകാശപ്പെടുവാൻ ആഗ്രഹിക്കുന്നാൽ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. That's like one man whose one leg is 3 feet and the other leg is only 1 foot. അത് ഒരാളുടെ ഒരു കാല് 1 അടി നീളവും മറ്റേ കാല് 3 അടി നീളവും നീളമുള്ള A പോലെയാണ്. lot of Christians are like that spiritually. അനേക ക്രിസ്ത്യാനികളും ആത്മീയമായിട്ട് അങ്ങനെയാണ്. These are the things we have proclaimed in CFC for 38 years. കഴിഞ്ഞ 38 വർഷമായിട്ട് ഈ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൽ നാം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇത്. All of God's commandments, all of God's promises. ദൈവത്തിന്റെ എല്ലാ കൽപ്പനകളും ദൈവത്തിന്റെ എല്ലാ വാഗ്ദത്തങ്ങളും. And we will make sure that we proclaim that the devil is a liar when he says we cannot keep all the commandments. അതെ, നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകൾ ഭാരമുള്ളവയാണ്, അത് പ്രമാണിക്കുവാൻ കഴിയുകയില്ല എന്ന് പറയുന്ന പിശാച് ഭോഷ്ക് പറയുന്നവനാണ് എന്ന് തെളിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. We'll make sure the devil's a liar by proclaiming that all of God's promises we can claim, not just half of them. അതെ, ദൈവത്തിന്റെ കൽപ്പനകള് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എല്ലാം പ്രാപിക്കുവാൻ കഴിയും, അതിന്റെ പകുതി മാത്രമല്ല എന്ന് അത് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് പിശാച് ഭോഷ്ക് പറയുന്നവനാണെന്ന് തെളിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. I want to be a light and a witness for God to the devil like that. ഞാൻ ഈ വിധത്തിൽ ദൈവത്തിന് ഒരു വെളിച്ചമായും കർത്താവിന്റെ ഒരു സാക്ഷിയായും പിശാചിനെ എതിർത്ത് നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Will you join me? നിങ്ങൾക്ക് എന്നോട് കൂടുവാൻ ആഗ്രഹമുണ്ടോ? Wherever you're living? Wherever you're living. നിങ്ങൾ എവിടെയാണ് ജീവിക്കുന്നതെങ്കിലും Will you join me in that to be a witness against the devil for God? പിശാചിനോ ഒരു വെല്ലുവിളിയായിട്ട് ദൈവത്തിന്റെ ഒരു സാക്ഷിയായിട്ട് നിൽക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. That is the vision of CFC. അതാണ് ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ വിഷൻ. And that's why we face so much opposition from the devil. അതുകൊണ്ടാണ് വലിയ പ്രതികൂലങ്ങൾ പലപ്പോഴും നാം നേരിടേണ്ടി വരുന്നത്. That's why the devil used
religious people to take me to court for 10 years. അതുകൊണ്ടാണ് മതഭക്തരായ പലരും എന്നെ എനിക്കെതിരായിട്ട് കേസ് കൊടുത്ത് എന്നെ കോർട്ടിലൊക്കെ കൊണ്ടുപോയത്. But it didn't bother me. എന്നാൽ ഇതൊന്നും എനിക്കൊരു ഭാരമായി I said, തോന്നിയില്ല. Lord, the early Christians were willing to go to prison and be eaten by lions. What are we facing? Nothing. ഒന്നാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികള് തടവറയിൽ പോകുന്നതും സിംഹങ്ങൾക്കൊക്കെ ആഹാരമായി തീരുന്നതും ഒക്കെ അവർ നേരിട്ടെങ്കിൽ ഇതൊന്നും ഒരു വിഷയമല്ല. They would sing praises to God when lions were coming to eat them. അതെ, അവരെ തിന്നുവാൻ തക്കവണ്ണം വിശന്ന സിംഹങ്ങൾ കടന്നു വന്നപ്പോഴും അവർ ദൈവത്തിന് സ്തുതി പാടുകയായിരുന്നു. Today's Christians, little mosquito bites them, they begin to complain. ഇപ്പോഴത്തെ ക്രിസ്ത്യാനികൾക്ക് ഒരു ചെറിയ കൊതുകടി കൊണ്ടാൽ ഉടനെ അവരെ പിറുപിറുക്കുന്നവരാണ്. What are your trials compared to the early Christians? ഒന്നാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ നേരിട്ട പീഡനങ്ങളെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ നേരിടുന്ന പീഡനങ്ങൾ എന്താണ്? Mosquito bites. ഒരു കൊതുക് കടി പോലെയാണ്. You say, oh brother, I'm suffering so much. സഹോദരാ, ഞാൻ വളരെ കഷ്ടപ്പെടുന്നു. People are saying things against me. എനിക്കെതിരായിട്ട് പലരും ഇങ്ങനെ പലതും പറയുന്നു. I've heard stories like this. ഇങ്ങനെയുള്ള കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. I told one of them. ഞാൻ ഒരു കാര്യം ഒരാളോട് ഇങ്ങനെ പറഞ്ഞു. I say, have they crucified you yet? നിങ്ങളിൽ ആരെയെങ്കിലും അവരെ ക്രൂശിച്ചോ? No. ഇല്ല. Then forget it. You've got a long way to go still. അങ്ങനെയെങ്കിൽ മറന്നു കളഞ്ഞേര്, എനിക്ക് ഒത്തിരി ദൂരം ഇനിയും പോകുവാനുണ്ട്. God needs bold witnesses for him in this day. കർത്താവ് ധൈര്യശാലികളായ സാക്ഷികളെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന് ആഗ്രഹം. May the Lord make you one like that. അങ്ങനെ ഒരാളായിട്ട് നിങ്ങളുടെ ജീവിതത്തെ ദൈവം തീർക്കട്ടെ. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Heavenly Father, സ്വർഗ്ഗപിതാവേ, help us to be the type of Christians you want in these last days. ഈ അന്ത്യനാളുകളിൽ അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. Never to compromise. ഒരു ഒത്തുതീർപ്പ് മനോഭാവമില്ലാതെ to endure until the end with greater zeal than when we started. കർത്താവേ, ഞങ്ങൾ തുടങ്ങിയ കാലത്തേക്കാൾ അധികമായ തീഷ്ണതയോടെ അവസാനത്തോളം നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. I want to be like that. അങ്ങനെ ഒരുവനായിരിക്കാൻ ഞാൻ And I ആഗ്രഹിക്കുന്നു. want all of us here to be like that. ഞങ്ങൾ ഓരോരുത്തരും അങ്ങനെയുള്ളവരായിരിക്കാൻ ആഗ്രഹിക്കുന്നു. We know that you will stand by us. കർത്താവേ, നീ അതിനായിട്ട് ഞങ്ങളോട് കൂടെ നിൽക്കുമെന്ന് We ഞങ്ങൾ know you വിശ്വസിക്കുന്നു. will fill us with the Holy Spirit. കർത്താവേ, അതിനായിട്ട് നീ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. We pray in Jesus' name. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.